Please welcome with a huge cheer, guys. എന്തൊക്കെയാണ് ഈ പടച്ചു വിടുന്നത്? ഓരോരോ വിറ്റ്. ഹലോ 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 പോലീസ് സ്റ്റേഷനാണോ? അതെ, പോലീസ് സ്റ്റേഷനാണ്. ഉറപ്പാണോ? പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. ഒരു മിനിറ്റ്. അതെ, പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. സാർ, ഇവിടെ കുറച്ചു പേര് കാശ് വെച്ച് ചീട്ട് കളിക്കുകയാണ് സാർ. കാശ് വെച്ച് ചീട്ട് കളിക്കും? എന്താ കളിക്കുന്നത്? റമ്മിയാണ് സാർ. അയ്യേ, റമ്മി കളിച്ചിട്ടൊക്കെ എന്ത് കിട്ടാനാണ്? പോക്കർ കളിക്കുമ്പോൾ വിളിക്ക്, ഞാൻ വരാം. സാറേ, ഞാൻ കുറച്ച് നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുക, എന്താ ഈ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിനകത്തൊരു പോലീസ് സ്റ്റേഷൻ? അത് ഒരു വലിയ കഥയാണ്. പണ്ട് ഈ പോലീസ് സ്റ്റേഷൻ അത് കലകത്താപുരയിലായിരുന്നു. ശാന്തിയും സമാധാനവും ഒരു സ്വർഗമായിരുന്നു. പിന്നെയാണ് ഇവിടെ DPS വന്നത്. DPS വന്നതോടുകൂടി പിന്നെ അടിയായി, പിടിയായി, പരാതിയായി. അങ്ങനെ DPS തന്നെ ശേഷം തീരുമാനിച്ചു. ഭയങ്കരം തന്നെ. ഹലോ മാഡം, ഞാൻ ഫോറിൽ വിളിക്കുക. ഞാനിവിടെ ബാത്റൂമിനകത്ത് ലോക്കായി പോയി. എന്നെ രക്ഷിക്കണം. ഫോണില്ലേ ആ ദുഷ്ടക്കുറിപ്പിനെ, അല്ല എന്തായിരുന്നു ആളുടെ പേര്, ആ ദുശ്ശാസക്കുറിപ്പിനെ അങ്ങനെ വിളിക്കും, അയാൾ വരും. അല്ല, ഇന്ന് DPS ഓണപരിപാടിയല്ലേ? എന്തായി ഓണത്തിന് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ? പിന്നെ അതൊക്കെ എപ്പോഴേ റെഡി. ഞാനൊരു പോലീസുകാരി ആയിരുന്നില്ലെങ്കിലേ ഒരു വലിയ ഡാൻസർ ആയേ. നഴ്സറിയിലൊക്കെ ഞാനായിരുന്നു ഡാൻസ് ഫസ്റ്റ്. ആണോ? അതുകൊള്ളാലോ. എന്നാ പിന്നെ ഞാൻ ആ പാട്ട് എൻജോയ് ചെയ്യാം. ഇന്ന് നൈറ്റ് ആയതുകൊണ്ട്
എനിക്ക് നിങ്ങളെ പരിപാടി ഒന്നും കാണാൻ പറ്റില്ല. എന്താ നമ്മുടെ സ്ഥാപനത്തിന്റെ പെർഫോമൻസ്? അയ്യോ സാറേ, ഇത് പെർഫോമൻസ് അല്ല, ഷോക്ക് അടിച്ചതാണ്. കുറച്ച് നാളായി രണ്ട് കുട്ടികളെന്ന് വിചാരിച്ചിരുന്നു. ഇത്ര പെട്ടെന്ന് നടക്കുന്നു വിചാരിച്ചു. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനാണോ? അതെ, പോലീസ് സ്റ്റേഷനാണ്. അവിടെ ക്ലോക്ക് ഉണ്ടോ? ക്ലോക്കോ? ക്ലോക്ക് ഉണ്ടല്ലോ. അത് ഓടുന്നുണ്ടോ? ആ, ഓടുന്നുണ്ടല്ലോ, നന്നായി ഓടുന്നുണ്ടല്ലോ. എന്നാ വേഗം പിടിച്ചു കിട്ടിക്കോ, അല്ലെങ്കിൽ അത് ഇറങ്ങി ഓടിക്കളി. എടോ, ഇന്ന് എത്ര കേസ് ഉണ്ടോ? സാറേ, റോങ് പാർക്കിംഗ് സ്ലോട്ട് 4, റാഷ് ഡ്രൈവിംഗ് 2, വാട്സപ്പ് ഗ്രൂപ്പിൽ രാത്രി 12 മണിക്ക് മെസ്സേജ് അയച്ചത് 3, ഫുൾ വോളിയത്തിൽ പാട്ട് വെച്ച കേസ് 2. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ലിഫ്റ്റിനകത്ത് എല്ലാ ഫ്ലോർ നമ്പറും അങ്ങനെ എക്കി പിടിച്ച കേസ് 1. പുക പണ്ട് ഇറങ്ങുന്നോ തോന്നുന്നു. സാറേ, ഒരു അമ്മയും മോളും കാണാൻ വന്നിട്ടുണ്ട്. ആ, വരാൻ പറയൂ. സാറേ, എനിക്ക് എന്റെ മോൾക്ക് നീതി കിട്ടണം സാറേ. എന്തു പറ്റി മാഡം? ഞാനും എന്റെ മോളും പേരിൽ കളിച്ചോണ്ടിരിക്കുമ്പോ ആ ഗുണ്ടവാസു വന്ന് ഞങ്ങളുടെ മേലെ മണ്ണ് വാരി എറിഞ്ഞു. അവന് ഇത്ര ധൈര്യമോ? ഞാനിവിടെ എസ് ഐ ആയിരിക്കുമ്പോൾ ഇവിടെ ഒരു ഗുണ്ട മതി. അത് ഞാനാ. സാറേ, അത് പിന്നെ ഇപ്പൊ 10 മണിയായില്ലേ, അവനിപ്പോ സ്കൂൾ ബസ് കയറി കാണും. സ്കൂൾ ബസ്സിൽ കയറി രക്ഷപ്പെടാനുള്ള സൈക്കോളജിക്കൽ ബ്രില്യൻസ്. പക്ഷേ ഈ എസ് ഐ ഇടിവെട്ട സുഗനന്റെ മാസ്റ്റർ പ്ലാൻ അവൻ അറിയില്ല. വണ്ടി എടുക്കണോ? അതെ സാറേ, ഈ വാസു 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോ? ഞാനില്ല കളിക്കാൻ. മൂട് പോയി കംപ്ലീറ്റ് മൂട് പോയി. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനാണോ? അതെ, പോലീസ് സ്റ്റേഷനാണ്. അവിടെ ക്ലോക്ക് ഉണ്ടോ? ക്ലോക്കോ? ഇല്ലല്ലോ, ഇവിടെ ക്ലോക്ക് ഇല്ലല്ലോ. എടാ മണ്ട, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ അത് ഇറങ്ങി ഓടുന്നു. ഇപ്പൊ അത് പോയില്ലേ? താരൊക്കെ പോലീസുകാരനാണ്. എന്താ പുറത്തോട് വേണം? സാറേ, അത് നമ്മുടെ വടക്കും ഭാഗവും തെക്കും ഭാഗവും തമ്മിലുള്ള തർക്കമാണ്. ദൈവമേ, ഇവന്മാരെ കൊണ്ട് ഞാൻ സൈ കെട്ടു. ഇനി എന്താവോ ഇന്നത്തെ പ്രശ്നം? സാറേ, കഴിഞ്ഞ തവണ വാട്സപ്പിൽ അയച്ച മെസ്സേജിന് കൊഞ്ഞനെ കുത്തുന്ന റിയാക്ഷൻ ഇട്ടെന്ന് പറഞ്ഞായിരുന്നു അടി. അതിനു മുമ്പ് വടംവലിക്കാർക്ക് വട കിട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു അടി.
എടോ താൻ ബാത്റൂമിൽ ലോക്കാണെന്ന് മനസ്സിലായി. കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, കുറച്ചു നേരം അവിടെ റീൽസ് കണ്ടിരിക്കൂ. ഞാൻ ആളെ വിടാം. ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളാ, അതിലിടയ്ക്ക് അയാളുടെ ഒരു ഹോ, എല്ലാരും ഉണ്ടല്ലോ. ഇനി എന്താണാവോ ഇന്നത്തെ പ്രശ്നം? Excuse me, bro. As you know, ഇന്നിവിടെ ഓണപ്പരിപാടി നടക്കുകയാണ്. പഞ്ചാരിമാർക്ക് പകരം we want to show DPS some moves. എന്തോ ഡാൻസ് അതിനാണ്. അത് നടക്കില്ല. കഴിഞ്ഞ 10-20 വർഷമായിട്ട് 20 വർഷം 2 വർഷമായിട്ട് ഇവിടെ ഒരു ശീലമുണ്ട്. തിരുവോണത്തിന്റെ അന്ന് രാവിലെ എന്തോ ഒരു മേളം ഉണ്ടല്ലോ. ഏതോ ഒരു മേളം. ഏതോ ഒരു മേളം. അതില്ലാണ്ട് ഓണം നടക്കില്ല. Bro, you see, this is the problem. ഞങ്ങൾ എന്ത് പറഞ്ഞാലും പൊതുവെയാണ് ഇയാൾക്ക്. സോ ഡിസ്കസ്റ്റിംഗ്. മേളം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അല്ലാതെ ഇന്നലത്തെ മഴയിൽ ഒഴുകി വന്ന മാക്രിക്കുട്ടങ്ങളുടെ കോപ്രായങ്ങൾക്ക് ഓണാഘോഷം വേദിയാക്കാൻ ദുശാസനക്കുറിപ്പിന്റെ കൊക്കിൽ ജീവനക്കാനും ഞാൻ സമ്മതിക്കില്ല. സത്യം സത്യം. Take it from me, man. I will obliterate you. I swear it, bro. അടുത്ത വർഷത്തെ ഓണ കമ്മിറ്റി ഞങ്ങൾ പിടിക്കും. ഇതെന്റെ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. പഞ്ചാബി മേളം വേണോ അതോ സിനിമാറ്റിക് ഡാൻസ് വേണോ? അതല്ലേ നിങ്ങളുടെ പ്രശ്നം? അതിനൊരു വഴിയുണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സാറേ, അയ്യോ സാറേ, സാറേ, അയ്യോ. എന്താ എന്താ എന്ത് പറ്റി? ഇത് നമ്മുടെ മലവി മത്തല്ലേ, ഇയാൾക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഞാൻ കണ്ടു അവിടെ അവിടെ എന്തോ വാല്. എന്താണോ താൻ കണ്ടത്? അത് വല്ല പൂച്ചയോ എലിയോ ആയിരിക്കും. കിട്ടി കിട്ടി. പുലി, പുലി. നമസ്കാരം. ബ്രേക്കിംഗ് ന്യൂസ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. സൗത്ത് ബാംഗ്ലൂരിലുള്ള ഡിവിഡൻ പാർക്ക് സ്ക്വയറിൽ പുലിയെ കണ്ടതായാണ് റിപ്പോർട്ട്. പുലി പ്രേക്ഷകരെ, പുലി പുള്ളി പുലി നരഭോജിയായ പുള്ളിപ്പുലിയാണ് ഇത്രയും കണ്ടത്. DPSൽ ഓണാഘോഷ ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് സംഭവം. ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ ന്യൂസ് ഡെസ്ക് സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടിലേക്ക് പോവാം. ಬೆಂಗಳೂರಿನಲ್ಲಿ ಮತ್ತೆ ಚಿರತೆಯ ಭೀತಿ ಶುರುವಾಗಿದೆ. ಅರಣ್ಯ ಇಲಾಖೆ ಅಧಿಕಾರಿಗಳು ಭೇಟಿ ನೀಡಿ ಪರಿಶೀಲನೆ ನಡೆಸಿದ್ದಾರೆ. ನಿನ್ನೆ ಬೆಳಗ್ಗೆ 9ರ ಹೊತ್ತಿಗೆ ಚಿರತೆ ಕಾಣಿಸಿಕೊಂಡಿದೆ ಈ ಭಾಗದಲ್ಲಿ. ಹಿಂದೆ ಕೂಡ ಚಿರತೆ ಓಡಾಟ ಆಗಿದೆ. ಸ್ಥಳೀಯರು ಇದರ ಬಗ್ಗೆ ತಿಳಿಸಿದ್ದಾರೆ. ನಾವು ಚಿರತೆ ಬೆಳಗ್ಗೆ 10ರಿಂದ ರಾತ್ರಿ 10 ಗಂಟೆವರೆಗೂ ಕೂಡ ಕಾರ್ಯಾಚರಣೆ ನಡೆಯಿತು. ಆದರೆ ಚಿರತೆ ಮಾತ್ರ ಕಾಣಿಸಿಕೊಂಡಿದೆ. പുലി 10ഓളം പേരെ ആക്രമിച്ചതായി കണ്ടവരുണ്ടത്രേ. ദൃക്സാക്ഷി മരക് മത്തായി നമ്മളോടൊപ്പം ചേരുന്നു. പറയൂ മിസ്റ്റർ മത്തായി, എന്താണ് നിങ്ങൾ കണ്ടത്? അയ്യോ സാറേ, ഞാൻ കണ്ടു. പറയൂ ഞാൻ എന്തോ കണ്ടു. പറയൂ മിസ്റ്റർ മത്തായി, പറയൂ, എന്താണ് നിങ്ങൾ കണ്ടത്? വാല്. ഞാൻ മറന്നു സാറേ. മത്തായി മറന്നുപോയെന്ന് തോന്നുന്നു. നമുക്ക് വാർത്തയിലേക്ക് തിരിച്ചു വരാം. ഫോറസ്റ്റ് അധികാരികൾ അല്പസമയത്തിനുള്ളിൽ സംഭവ സ്ഥലത്ത് എത്തിച്ചേരുമെന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ മിസ്റ്റർ ബാബു റിപ്പോർട്ട്. ബാംഗ്ലൂരിൽ നിന്നുള്ള
ലൈവ് റിപ്പോർട്ടിലേക്ക് അല്പസമയത്തിനുള്ളിൽ നമുക്ക് പോവാം. അതിനു മുന്നേ ഒരു ഷോർട്ട് ബ്രേക്ക്. ബാംഗ്ലൂരിൽ ഒരു സ്വപ്ന ഭവനം, അതാണോ നിങ്ങളുടെ മനസ്സ്? സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 കൺസ്ട്രക്ഷൻ ഗ്രൂപ്പായ ഡിവിഡൻ പാസ്ക്വയറിന്റെ അത്ഭുത ലോകത്തേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ആദ്യമായി ഓരോ ഫ്ലാറ്റിലും ഓരോ കുഴൽക്കിണർ, ടാപ്പ് അടച്ചാലും നിൽക്കാത്ത ശുദ്ധജലം, ആവശ്യത്തിനും അനാവശ്യത്തിനും അമിനിറ്റീസ്. 600 പറഞ്ഞ് 400 സ്ക്വയർ ഫീറ്റ് കിട്ടുന്ന വിശാലമായ കാർപ്പറ്റ് ഏരിയ. ഇതെല്ലാം വെറും കണ്ണു തള്ളുന്ന വിലയിൽ. കടന്നു വരൂ ഡിവിഡൻ പാസ്ക്വയറിലേക്ക് കടന്നു വരൂ. 1 BHK 1 കോടി. സോറി, ഞാൻ പഴയ കാലത്തിലേക്ക് പോയി. ഓക്കെ. ഇതെല്ലാം വാങ്ങിച്ചു പെട്ടുപോയ തൃപ്തരായ ഒരു ഫാമിലിയെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ മാഡം. അപ്പോൾ പറയൂ സാർ, നമ്മുടെ പ്രേക്ഷകർക്കായി DPS വിശേഷം. അതായത് ബേബി, ഇവിടെ ഞാനില്ലേ സംസാരിക്കാനായിട്ട്. ബേബി അങ്ങനെ ആരോട് സംസാരിക്കാറില്ല. ആക്ച്വലി എൻ്റെ ഡ്രീം ഹോമിനെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടായി. അത് മീറ്റ് ചെയ്തത് ഇവിടെ ഡിവിഡൻ പാസ്ക്വയറിൽ വന്നതിന് ശേഷം മാത്രമാണ്. ബേബി, അതായത് ഞങ്ങളുടെ ഫ്ലാറ്റ് വാങ്ങാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കിഡ്സ് പ്ലേ ഏരിയ ആണ്. വിശാലമായിട്ടുള്ള ഒരു കിഡ്സ് പ്ലേ ഏരിയ ഞങ്ങളുടെ മോന് മസ്റ്റ് ആയിരുന്നു. അപ്പൊ മോനിപ്പോ എവിടെയാ? പ്ലേ ഏരിയയിലാണോ? കോളേജിലോ? ബേബി, ഞാൻ സംസാരിക്കല്ലേ. ഞങ്ങളിവിടെ ഫ്ലാറ്റ് ബുക്ക് ചെയ്ത സമയത്ത് മോൻ നഴ്സറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഫ്ലാറ്റ് ഒക്കെ കിട്ടി. ഞങ്ങളിവിടെ മോനായപ്പോഴത്തേനും അവൻ കോളേജിൽ പോയി തുടങ്ങി. ബേബി, ഞാൻ സംസാരിക്കല്ലേ ബേബി. ഇവിടുത്തെ ടിപ്പിക്കൽ ഹോം എക്സ്പീരിയൻസ് വെച്ച് ബേബി ഡെയിലി ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാൻ ബേബിക്ക് ഒരു ബ്ലാക്ക് കോഫി ഇട്ട് കൊടുക്കും. ബേബി, എന്നിട്ട് അതുമായിട്ട് ഞങ്ങൾ 2 പേർ ബാൽക്കണിയിൽ വന്നിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു പ്രത്യേക തരം ഒരു ഫ്രഷ്. ഓക്കെ. പിന്നെ DPSന്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഇവിടുത്തെ സുപ്പീരിയർ വാട്ടർ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ ഈ ഗ്ലോ സ്കിൻ, പിന്നെ എൻ്റെ ഈ സിൽക്കി സ്മൂത്ത് ഹെയർ. ബേബി, ഇന്നത് 3ാമത്തെയാ ഇവിടുത്തെ ഒരു ഒടുക്കത്തെ വെള്ളം. പ്ലീസ് മാഡം, പറയൂ. നിനക്ക് ഇനി ഇതിൽ കൂടുതൽ എന്താ അറിയാനുള്ളത്? നിനക്ക് പേടിയാണല്ലോടാ വലുത്. അമ്മേനെ കൊല്ലും ഞാൻ എന്നെ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് നീ പോയാൽ മതി. സുരേഷ് കുമാർ കേൾക്കുന്നുണ്ട്. തീർച്ചയായും ഞാനിവിടെ പുലിയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്തിന് 100 മീറ്റർ അകലെയാണ് ഉള്ളത്. ഇവിടെ ആളുകൾ പുലിയെ കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളുമായി ഉടൻ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. നന്ദി. അപ്പോ ആനയ്ക്ക് മതടക്കി എല്ലാവരും ഓടി. എന്നിട്ട് എല്ലാരും ഓടി. പക്ഷേ ഈ ഞാൻ മാത്രം ഓടിയില്ല. എന്താ? ആന ചവിട്ടി പിടിച്ചിരിക്കായിരുന്നു.
ഈയിടെ എന്റെ ധൈര്യം, എന്റെ പ്രസൻസ് ഓഫ് മൈൻഡ്, അതാണ് ഉദ്ദേശിച്ചത്. ആന മുന്നിൽ വന്നതും അവന്റെ മസ്തകത്തിന് നേരെ ചൂണ്ടുവരലുയർത്തി ഞാനൊരൊറ്റ വിളിയാ, പത്മനാഭ. പിന്നെ അവിടെ നടന്നത് ചരിത്രം. ആന ചുറ്റിയെടുത്തല്ലേ? ഒന്ന് പോടും. ആന സ്വിച്ചിട്ട പോലെ അവിടെ നിന്നു. പിന്നെ ആംബുലൻസ് വന്നാ കൊണ്ടുപോയി. ആംബുലൻസ്? ആംബുലൻസ് അല്ല, ട്രക്ക് വന്ന് ആ ആനയെ കൊണ്ടുപോയി എന്ന ഉദ്ദേശം. അങ്ങനെ ആന, പുലി, കടുവ, അങ്ങനെ എത്ര കഥകൾ. നമ്മൾ ഈ പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിക്കാതെ ഇവറ്റൊന്നും പ്രശ്നക്കാരെ. അയ്യോ, പുലി പുലി, അവിടെ പുലി, ഓടിക്കോ. എടാ അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. തള്ളിക്കൊല്ലടേ അവനാരെങ്കിലും. Oh man, this police guy is such an idiot. He's so useless. I don't think he can. ഈ എസ് ഐക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന എനിക്ക് തോന്നില്ല. ഫോറസ്റ്റുകാരെയും കാണാനില്ലല്ലോ. എല്ലാരും മാറി നിൽക്കേ. അങ്ങോട്ട് മാറി നിൽക്കേ. നിങ്ങൾ ഇങ്ങനെ കൂടി നിന്നാൽ ആ പുലി ശ്വാസം മുട്ടി മരിക്കുമല്ലോ. അതിന് ജീവമായി ശ്വസിച്ചോട്ടെ. ഈ നിങ്ങളുടെ പോലെ മനുഷ്യനല്ലേ. ഇവരെ കൊണ്ടൊക്കെ വല്ലതും നടക്കും. തനിക്ക് എന്തറിയാണോ എന്റെ സാറിനെ പറ്റി? നാടിനെയും കാടിനെയും ഒരുപോലെ വിറപ്പിച്ച കൊല്ലകൊല്ലിയുടെ കൊമ്പിൽ ഊഞ്ഞാലാടിയവൻ, നരഭൂജി കടുവയുടെ അടപ്പലിന് ഊർക്കനാൽ നടത്തിയവൻ, അതാണ് എന്റെ സാറ്. സാറേ, ഓഫീസർ, ഞാൻ ദുശാസനക്കുറിപ്പ്. ഞാനിവിടുത്തെ പ്രസിഡന്റ് ആണ്. അത് പുലിക്കറിയോ? ഞങ്ങളോട് മാറിയില്ല. എന്താണ് മനുഷ്യനെ പിടിപ്പിക്കാൻ? മനുഷ്യനെ പാത ജീവനും പോയല്ലോ. എനിക്ക് ഈ നാട്ടിലെ എല്ലാ പുലികളുടെയും ഫോട്ടോ വേണം. ഫോട്ടോയോ? അതെന്തിനാ സാറേ? അതെന്തിനാണോ? ഒരു ഫോട്ടോ കണ്ടാൽ എനിക്കറിയാം അത് ഏത് പുലിയാണ്. അല്ലാതെ ഒരു സംശയത്തിന്റെ പേരിൽ നിരപരാധിയായ ഏതെങ്കിലും ഒരു പാവം പുലിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് തല്ലി ചതയ്ക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. താനിതിനെ പോയില്ലേ? സാധിക്കില്ല, എനിക്ക് സാധിക്കില്ല. അല്ല, അതൊക്കെ പോട്ടെ. ആരാണ് പുലിയെ ആദ്യം കണ്ടത്? ഞാനാണ് പുലിയെ ആദ്യം കണ്ടത്. ഓ, ഇതും താനാണോ? എന്നാ പുലിയെ രണ്ടാമത്തെ കണ്ടതാരാ? That's me, bro. Excuse me, please. Give me some air. സാറേ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? ഒരൊറ്റ ചോദ്യം മതി ജീവിതം മാറി മറിയാൻ. നിങ്ങൾക്കുള്ള എന്റെ ആദ്യത്തെ ചോദ്യം ഇതാ. നിങ്ങൾ കണ്ട പുലിയുടെ ദേഹത്ത് എത്ര പുള്ളികളുണ്ടായിരുന്നു? How many dots of the tiger is the who? Option A 485, Option B 486, Option C 487 and Option D 488. Shit! താനിൽ
വരെ പോയില്ലേ? ദേ, ഒരൊറ്റ കീറ. ഓപ്ഷൻ ഡി, അതൊരു വരയൻ പുലിയായിരുന്നു. Executive 485 by executive 486 x by the whole square is equal to x square plus 2xb plus 5 square is equal to sin square theta plus cos square theta applying Newton's second law of motion, force and integrating energy is equal to x square. And I think I don't know. Can I have a lifeline, please? ഓഡിയൻസ് പോൾ. സോറി, ഇത് കോടീശ്വര പരിപാടിയല്ല. എടോ, ഒരു പുലിയെ കണ്ട ആദ്യം ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇതൊന്നുമില്ലാതെ ഞാൻ എങ്ങനെ ഈ പുലിയെ പിടിക്കും? ആട്ടെ, നിങ്ങൾ എങ്ങനെയാണ് പുലിയെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിനൊക്കെ അതിൻ്റെതായ രീതികളും ചട്ടങ്ങളും ഉണ്ട്. നാട്ടിൽ ഒരു പുലി ഇറങ്ങിയ ആദ്യം ഒരു 5 അംഗ സമിതി രൂപീകരിക്കും. ഈ 5 അംഗ സമിതി ഒരു മീറ്റിംഗ് കൂടി ഇരുന്ന് ചായമടയൊക്കെ കഴിച്ച് ചായമട ചായമടയല്ല, ചർച്ച ചെയ്ത് പുലിയുടെ ഒരു രേഖാചിത്രം തയ്യാറാക്കും. ആ രേഖാചിത്രം ആധാർ ഡാറ്റാബേസുമായി ഒത്തുനോക്കി ഞങ്ങൾ പുലിയെ തിരിച്ചറിയും. എന്ത് മനോഹരമായ ആചാരം. തോക്കൊന്നും ഇല്ലാതെയാണോ ഹേ പുലിയെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? തോക്കുണ്ടായിരുന്നു, പക്ഷേ പണ്ടിതുപോലെ ഒരു പുലിയെ കണ്ട് ഓടിയപ്പോ പുലിയെ കൊണ്ട് ഓടിയപ്പോഴും ഞാൻ പുലിയെ ഓടിച്ചപ്പോ കളഞ്ഞുപോയി. അതിന്റെ കേസ് ഇതുവരെ തീർന്നില്ല. ഒരു തോക്ക് പോലും സൂക്ഷിക്കാൻ പറ്റാത്ത ഇവരാണോ പുലിയെ പിടിക്കാൻ നടക്കുന്നത്? ഇവരൊക്കെ പറഞ്ഞു വിടണം, എന്നിട്ട് വേറെ പണി അറിയാവുന്നവരെ വിളിക്കണം. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവൻ വരണം. ആരാണാവോ ഈ അവൻ? നരഭോജികളായ പുലികൾക്ക് അന്തകനാവാൻ അവതാരമെടുത്തവനാണ് അവൻ. കേട്ടറിവിനേക്കാൾ വലുതാണ്. Bro, we know him. It's the നിർത്ത്. പുലിമുരുകനൊക്കെ അത് കേരളത്തിലല്ലേ, ഇത് സ്ഥലം വേറെയാ. Tell us, man, who is your hero? അവനെ കുറിച്ച് പറയാൻ മലയാളം, ഹിന്ദി, തമിഴ്, തെലുഗു പാൻ ഇന്ത്യൻ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ പോരാതെ വരും. മണ്ണിനെ വിണ്ണാക്കാൻ വന്ന മഹാമാന്ത്രികൻ, വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ, കാലമേവെന്ന മൃത്യുഞ്ജയൻ. May I come in? Hey bro, is that a bun? എട്ട് ഷൂ പോളിഷ് ചെയ്താലായിരുന്നു എനിക്കൊരു ബണ്ണ് കിട്ടിയിരുന്നത്. മണ്ണിൽ വീണ ഈ ബണ്ണിന് വേണ്ടി നീ ഇത്ര വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ നീ ഇത്ര ബണ്ണ് കുതിരടാ. സാറേ, ഏത് എടോ, ആ ബണ്ണ് പിടിച്ചിരിക്കുന്നത് കണ്ടറിഞ്ഞൂടെ? ഏതോ ബേക്കറിക്കാരനാണ്. ഇതാരാ? റോക്കി ബോയ് എവിടെ? रोकी भाई अफ्रीका के ಹೋಗಿದ್ದಾರೆ ಬಣ್ ತರ್ಲಿಕ್ಕೆ ಗಣ್ ತರ್ಲಿಕ್ಕೆ. ನಾನ್ ರೋಕಿ ಭಾಯ್ ಅವರ ತಮ್ಮ ಟೆಕ್ಕಿ ಭಾಯ್. Bro, where are your buddies? Gang ഒന്നുമില്ലാതെയാണോ പുലിയെ പിടിക്കാൻ വരുന്നത്? क्या
കൂട്ടമായി വരുന്നവൻ ഗ്യാങ്സ്റ്റർ, ഒറ്റയ്ക്ക് വരുന്നവൻ മോൺസ്റ്റർ. അല്ല ഭായി, നിങ്ങൾ എങ്ങനെയാണ് പുലിയെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? കാടു കാണാൻ വന്നവൻ കാടിനെ കുറിച്ച് അറിയണം, പുലിയെ പിടിക്കാൻ വന്നവൻ പുലിയെ കുറിച്ച് അറിയണം. If you think you're bad, I am your dad. താനൊക്കെ എവിടുത്തെ വേട്ടക്കാരനാണോ? താൻ ഏതെങ്കിലും പുലിയെ ശരിക്കും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും 10 പുലിയെ പിടിച്ച് വേട്ടക്കാരനായവനല്ല ഞാൻ. ഞാൻ പിടിച്ച 10 പുലിയും സിംഹങ്ങളായിരുന്നു. ഒരു മിനിറ്റ്. വെടിവെക്കാൻ വരട്ടെ. സാറേ, ഇത് സാറിന്റെ കാണാതെ പോലൊക്കല്ലേ? നോക്കട്ടെ. ആ, ദേ ഐ ലവ് യു തങ്കമണി എഴുതിയിരിക്കണു. ഇത് എന്റെ തന്നെ. നിന്റെ തോക്കിന്റെ നിറവും കറുപ്പ്, എന്റെ തോക്കിന്റെ നിറവും കറുപ്പ്. നിനക്കറിയില്ല നീ കളിക്കുന്നത് ഇരുമ്പിനോടാണെന്ന്. അതുകൊണ്ട് ഞാനത് തരില്ലടാ. എനിക്ക് ഈ തോക്ക് വേണം. ഈ തോക്ക് നീ എനിക്ക് തരണം. ഈ തോക്ക് ഞാൻ അങ്ങ് എടുക്കുക. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ഇതിപ്പോ പറയാൻ കാരണം, ഒരു പഞ്ച് ഡയലോഗ് താങ്കൾ പറഞ്ഞു, ഒരു പഞ്ച് ഡയലോഗ് ഇയാൾ പറഞ്ഞു, ഞാൻ ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞോട്ടോ. നിന്ന് കഥാപ്രസംഗം കേൾക്കാതെ ചാടി പേടിക്കണ എന്റെ തോക്ക്. തനിക്ക് പറ്റില്ലെങ്കിൽ മാറണോ? ഞാൻ പൊട്ടിക്കാം. അങ്ങോട്ടാക്കണ ഓടി. അയ്യോ, എന്നെ കൊല്ലാതീങ്ങ. ഞാൻ എന്റെ പുലി ഡാൻസ് വള്ളിയിൽ വന്ന ആളെ സാറേ. അപ്പൊ ഇയാളെ കണ്ടിട്ടായിരിക്കും മറയുമത്തായി പുലി പുലി എന്ന് പറഞ്ഞു വന്നത്. പുലി കളിക്കാൻ വന്ന നീ എന്തിനാണ് കളിക്കുന്നത്? സാറേ, ப்ரோக்ராம் ஸ்டார்ட் பண்றதுக்கு முன்னாடி லைட்டா கொஞ்சம் சரக்கு அடிச்சு வரலாம் பார்த்தேன் சாரே. அப்படியே தூங்கிட்டேன். മതി. ഇവിടെ പുലിയോ കോപ്പൂല. എല്ലാരും കഴിഞ്ഞു വേണം. വേഗം എല്ലാരും കഴിഞ്ഞു. നീ ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് മാറി നിൽക്ക്. ആരാ നീ? ഒരടിപിടിയുണ്ടായാൽ ആരാദ്യം തല്ലിയെന്നാരും ശ്രദ്ധിക്കില്ല. അടി കൊണ്ടാരാണ് അവിടെ ആദ്യം വീണതെന്നേ ശ്രദ്ധിക്കും. പരിപ്പ് തീർന്നിട്ടില്ല. അവന്റെ ഒരു മാസം ഡയലോഗ്. അയ്യോ തല്ലല് സാറേ, ഞാൻ പായൊന്നും അല്ലേ, ഞാൻ കുറിപ്പേട്ട വിളിച്ചിട്ട് വന്നതാണേ. ടിപി ശശി, വയസ്സ് 30, മൂജിക്ക് സോഴ്സ്, പാനക പഞ്ചായത്ത്, പാലാമേട്ട പയ്യം, 6-8-8-3-3. പിടിച്ചകത്തിടോ അവന്. അവന്റെ ഒരു മാസ് ഡയലോഗ്. പുലിവേഷം കണ്ട് പേടിച്ച് കുറെ വമ്പന്മാര്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ പുലിയൊന്നും ഇല്ല. അല്ലെങ്കിൽ തന്നെ പുലിയൊക്കെ നമ്മുടെ പ്രകൃതിയുടെ ഒരു ഭാഗം.